ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സദ്യ സീരീസിലെ 10ാമത്തെ വിഭവമായിട്ടുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു, ചിങ്ങം തുടങ്ങിയിരിക്കുകയാണ്. ചിങ്ങം 1 എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ആദ്യം തന്നെ നമ്മൾ അത്തപ്പൂക്കളത്തിലെ മഞ്ഞപ്പൂവാണ് ഇടുന്നത്. അങ്ങനെയാണ് ഇത് പറയാറുള്ളത്. ആദ്യം ഒരു ലെയറാണ് നമ്മൾ ഇടുകയുള്ളൂ, എന്നുവെച്ചാൽ ഒരു വട്ടം. അപ്പം അത് മഞ്ഞപ്പൂക്കളാണ് ആദ്യത്തെ വട്ടത്തിൽ ഇടുന്നതെന്നാണ് പറയുക. പക്ഷെ പൊതുവെ മഞ്ഞയ്ക്ക് വേണ്ടിയിട്ട് മുക്കുറ്റിയാണ് ഉപയോഗിക്കുക. നമുക്ക് പിന്നെ ഇവിടെ മുക്കുറ്റിയൊന്നും ഇല്ലല്ലോ. അപ്പം പണ്ടൊക്കെ എല്ലാവരും മുക്കുറ്റിയാണ് ഇടുക. അപ്പം ഇപ്പം പിന്നെ മുക്കുറ്റി ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ വെള്ളരിക്കയിൽ ഇങ്ങനെ പൂ മഞ്ഞ കളറിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ശരി ഇതും കുഞ്ഞു പൂവല്ലേ, അപ്പോൾ ആദ്യത്തെ വട്ടം നമ്മൾക്ക് മഞ്ഞ പൂ കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പം പൂ പറിക്കുവാണ് രാവിലെ എഴുന്നേറ്റിട്ട്. ഇതിപ്പോൾ ആദ്യത്തെ മഞ്ഞപ്പൂവൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പൂവൊക്കെ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം ഇപ്പം ഇവിടെ അങ്ങനെ അധികം പൂക്കളൊന്നും ഇല്ല. ഇപ്പം ഈ വെള്ളരിക്കൊക്കെ വെച്ചതുകൊണ്ട് ഈ മഞ്ഞപ്പൂ കിട്ടി. അതുപോലെ തന്നെ ഇനിയിപ്പം ഏതൊക്കെ കളേഴ്സാണെന്നുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് പൂ കിട്ടുമെന്ന് നോക്കണം. എങ്ങനെയായാലും ഓണത്തിന് ഉള്ള പൂവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പൂക്കളം ഇടാം. അപ്പോൾ അത് ഇത്രേ കിട്ടിയുള്ളൂ അല്ല ഇത്രയും ഞാൻ പറിച്ചുള്ളേ. ഇനി നമ്മൾക്ക് ഇതുകൊണ്ട് കുഞ്ഞു പൂക്കളം ഇടാം. പണ്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ മണ്ണിലാണല്ലോ നമ്മളിടുക. അപ്പം മണ്ണിലെന്ന് പറയുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പം നേരിട്ടങ്ങ് ഇടാൻ പറ്റില്ല. അപ്പം അമ്മയൊക്കെ ഇങ്ങനെ ചാണകം എല്ലാം തെളിച്ച് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ പൂക്കളമൊക്കെ ഇടാറുള്ളത്. ഇപ്പം പിന്നെ ഇവിടെ മണ്ണും ഇല്ല. അങ്ങനെ ആയതുകൊണ്ട് പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല രസമുണ്ട് കുഞ്ഞു പൂക്കളം. അപ്പോൾ ഇനി നമ്മൾക്ക് മത്തൻ്റെ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ മത്തൻ നമ്മൾക്ക് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഞാനൊരു 2 കപ്പോളം എടുത്തിട്ടുണ്ടാവും ഈ മുറിച്ചിട്ടുള്ള മത്തൻ. അപ്പോൾ അത് നമ്മൾക്കിനി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. തുറന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, മത്തനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പയർ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, ഉപ്പും ഇട്ടിട്ട്. വൻപയറാണ്. ഇനി ഇതിലോട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചേർക്കുക. പിന്നെ ഒരു ജീരകം 1/2 ടീസ്പൂണും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. മുളക് ഞാൻ ഇതിൽ ചേർക്കണില്ല, മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തനും വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ മത്തനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി ഇത് നമ്മൾക്കൊന്ന് ചതച്ച് കൊടുക്കുക. അതിന് ശേഷം വൻപയറും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുക. ഞാൻ മെഷർമെൻ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അത് ഇതിലോട്ട് ചേർക്കുക. അത് ചേർത്ത് പിന്നെ ഇച്ചിരി വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അത് ആ മിക്സിയിലുള്ളതാണ്, മിക്സി ജാറിനകത്തുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തേങ്ങയുടെ ഒക്കെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കടുകും കൂടെ ഇടുക. പിന്നെ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം തേങ്ങ ഉണ്ടല്ലോ അത് ചേർക്കുക. മറ്റേ സാധാരണ തേങ്ങയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഉണക്ക തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഞാൻ കൂട്ടുകാരുടെ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വറവ് ഒരുമിച്ച് അങ്ങ് ഇട്ടാൽ മതി, കൂട്ടുകറിക്കും എരിശ്ശേരിക്കും വേണ്ടിയിട്ട്. അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് തീർന്നോളും പണിയൊക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അടിച്ചു വയ്ക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത്. മത്തൻ നല്ല മധുരമുള്ള മത്തനാണ്. ഇനി അഥവാ മധുരം ഇല്ലെങ്കിൽ കുറച്ച് മധുരം കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ മത്തൻ എരിശ്ശേരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഓണം റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.